ഇന്ന് ലോക പരിസ്ഥിതി ദിനം. 1974 ലോക പരിസ്ഥിതി ദിനം ആദ്യമായി ആചരിക്കപ്പെടുന്നത്. അമേരിക്കയിൽ വെച്ച് ദ ഓൺലി വൺ എർത്ത് എന്ന തീം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് ആദ്യത്തെ പരിസ്ഥിതി ദിനാചരണം നടക്കുന്നത്. ഇന്ന് 2021 ജൂൺ 5. ആവാസ വ്യവസ്ഥയുടെ പുനഃസ്ഥാപനമാണ് ഈ വർഷത്തെ മുദ്രാവാക്യം. റീസ്റ്റോറേഷൻ ഓഫ് എക്കോസിസ്റ്റം. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുക, കൺസർവേഷൻ ഓഫ് എക്കോസിസ്റ്റം. 74 മുതൽ 2021 വരെയുള്ള ഈ കാലഘട്ടത്തിൽ ഒരൊറ്റ ഭൂമി എന്നതിൽ തുടങ്ങി ഇന്ന് എക്കോസിസ്റ്റം പുനഃസ്ഥാപിക്കാനുള്ള ആഹ്വാനമാണ് ലോകത്തിന് മുമ്പിൽ വെക്കുക. എന്തെങ്കിലും നഷ്ടപ്പെടുമ്പോഴാണ് അത് വീണ്ടെടുക്കുക എന്ന് പറയുക. അപ്പോൾ നമുക്കിടയിൽ നിന്നും ആവാസ വ്യവസ്ഥയിൽ കൈമോശം വന്നിരിക്കുന്നു. ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ കൈമോശം വന്നിരിക്കുന്നു. ഇതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ ആവാസ വ്യവസ്ഥ? പാരസ്പരികവും അല്ലെങ്കിൽ പരസ്പരമായും ചുറ്റുപാടുകളുമായി പ്രതികരിക്കുന്ന സസ്യങ്ങളും ജന്തുക്കളും അജൈവ വസ്തുക്കളും അടങ്ങുന്ന പരിസ്ഥിതിപരമായ വ്യവസ്ഥയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുക. ആലങ്കാരികമായിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ നമ്മളും മൃഗങ്ങളും സസ്യജാലങ്ങളും മറ്റ് ജന്തുജാലങ്ങളും സൂക്ഷ്മജീവികളും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുന്ന ഒരു വ്യവസ്ഥ. അതാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത്. ആവാസ വ്യവസ്ഥയെ റിസ്റ്റോർ ചെയ്യാൻ പറയുമ്പോൾ ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നർത്ഥം. അതിഭീകരമായ നാളുകളിലേക്ക് വഴിതെളിക്കുകയാണ് ഈ നഷ്ടം. കാരണം ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന പാരസ്പരികമായ ഒരു ഇന്റർ റിലേഷൻഷിപ്പ് നിലനിൽക്കുന്ന ഒരു സിസ്റ്റമാണ് എക്കോസിസ്റ്റം. ഒരു റിലേഷൻ സ്പോയിലായാൽ, ഒരു ബന്ധം മുറിഞ്ഞു പോയാൽ മറ്റ് ചംക്രമണത്തെ അത് ബാധിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രശ്നമായി നാം കാണേണ്ടത്. ആരാണ് കുറ്റക്കാരൻ? മനുഷ്യൻ. അത്യാഗ്രഹം പേറി നടക്കുന്ന മനുഷ്യൻ മാത്രമാണ് ഇതിന്റെ കുറ്റക്കാരൻ. കഴിഞ്ഞ എത്രയോ വർഷമായി നമ്മുടെ ഓർമ്മ പുറകോട്ട് പോയാൽ സർക്കാരും ഇതര സ്ഥാപനങ്ങളുമൊക്കെ ഈ ദിനത്തിൽ നമുക്ക് തന്നിട്ടുള്ള സസ്യജാലങ്ങൾ എല്ലാം നാം വീട്ടിൽ കൊണ്ടുപോയി അത് ഏതെങ്കിലും ഒരു മൂലയിൽ വെച്ച് കളഞ്ഞിട്ടുണ്ട്. അതിനെ പോറ്റി പുലർത്തുവാൻ നാം ശ്രമിച്ചിട്ടുണ്ടോ? ഇവിടെയാണ് ഈ കുഴപ്പം വരിക. ഞാൻ എന്നോട് ചോദിക്കണം, എന്റെ പ്രവർത്തനങ്ങൾ എവിടെയെങ്കിലും പ്രകൃതിക്ക് എതിരായിരുന്നുവോ? ഞാനൊരു വീട് വെക്കുമ്പോൾ അത് പ്രകൃതിയോട് ഇണങ്ങി തന്നെയാണോ അതിന്റെ സ്ഥിതി ചെയ്യുന്നതെന്ന് നാം ചിന്തിക്കണം. പ്രകൃതിയും ജന്തുക്കളും സസ്യങ്ങളുമായി ഇടകലർന്ന് ജീവിക്കണം എന്ന് പറയുമ്പോൾ ഒന്നിനോട് ബന്ധമില്ലാതെ മാത്രം നാം ജീവിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് ജന്തുക്കളെ കുറിച്ച് അറിയില്ല, അവർക്ക് പ്രകൃതിയെ കുറിച്ച് അറിയില്ല. അവർ മണ്ണിലേക്ക് ഇറങ്ങുമ്പോൾ ചൊറി വരും, സ്കിൻ ഡിസീസ് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ വിലക്കും. പ്രകൃതിയോടും മണ്ണിനോടും വെള്ളത്തോടും ഇതര ജീവജാലങ്ങളോടും പാരസ്പരികമായ ബന്ധം പുലർത്തിപ്പോരേണ്ട ഒരു സംസ്കാരത്തിൽ നിന്നും നാം മാറി നിൽക്കുന്നു. എക്കോസിസ്റ്റം, നാച്ചുറൽ എക്കോസിസ്റ്റം ഉണ്ട്, ആർട്ടിഫിഷ്യൽ മനുഷ്യനാൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട എക്കോസിസ്റ്റം ഉണ്ട്. നാച്ചുറൽ എക്കോസിസ്റ്റം വീണ്ടും രണ്ടായി തരംതിരിക്കാം: ടെറസ്ട്രിയൽ ആൻഡ് അക്വാറ്റിക്.
ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ ഭൂമിയോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആവാസ വ്യവസ്ഥ, കാട്, പുൽമേടുകൾ, മരുഭൂമികളൊക്കെ നാച്ചുറലായി നമുക്ക് കിട്ടിയിരിക്കുന്ന എക്കോസിസ്റ്റംസ് ആണ്. അക്വാറ്റിക് എക്കോസിസ്റ്റം ഉണ്ട്, അത് വെള്ളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആവാസ വ്യവസ്ഥയാണ്. വെള്ളവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിൽ ഫ്രഷ് വാട്ടർ ആയിട്ടുള്ള ശുദ്ധജല ആവാസ വ്യവസ്ഥയുണ്ട്, സമുദ്രത്തിലുള്ള ആവാസ വ്യവസ്ഥയുണ്ട്. അവിടെ എത്രയോ ജീവജാലങ്ങൾ തന്റെ പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കുകയാണ് ഈ ആവാസ വ്യവസ്ഥയിലൊക്കെ. രണ്ടാമത് ആർട്ടിഫിഷ്യൽ എക്കോസിസ്റ്റമാണ്. അത് മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള എഞ്ചിനീയർഡ് എക്കോസിസ്റ്റം എന്ന് പറയും. മനുഷ്യനാൽ ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന നാച്ചുറൽ, അതിന് പകരമായി പ്ലാൻ ചെയ്യപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്ന എക്കോസിസ്റ്റം. നമ്മുടെ ക്രോപ്പ് ലാൻഡ്സ് ഒക്കെ, ഷുഗർ കെയിൻ ക്രോപ്പ്, മെയ്സ്, വീറ്റ്, റൈസ് ഫീൽഡ്സ്, ഓൾ ദീസ് ആർ എക്കോസിസ്റ്റംസ്. ഇനി എക്കോസിസ്റ്റത്തിന്റെ ഘടന എന്താണ്? ഇതിൽ ജീവജാലങ്ങളുമുണ്ട്, ജീവനില്ലാത്ത ജാലങ്ങൾ, ബയോട്ടിക് കമ്പോണൻസ് ആൻഡ് അബയോട്ടിക് കമ്പോണൻസ്, നോൺ ലിവിംഗ് കമ്പോണൻസ്. ബയോട്ടിക് കമ്പോണൻസ് അബയോട്ടിക് ആയിട്ടുള്ള അന്തരീക്ഷവും പ്രകൃതിയുമായി, വായു, അങ്ങനെയുള്ള അന്തരീക്ഷവുമായി പ്രതിപ്രവർത്തനം നടത്തും. അങ്ങനെയാണ് അത് ജീവിക്കുന്നത്. ബയോട്ടിക് കമ്പോണൻസിൽ പ്രധാനമായും 3 ഘടകങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന് പ്രൊഡ്യൂസേഴ്സ്, ഉൽപാദകർ എന്ന് പറയും. 2 ഉപഭോക്താക്കൾ എന്ന് പറയും. 3 ഡീകമ്പോസേഴ്സ് അഥവാ സൂക്ഷ്മാണുക്കൾ എന്ന് പറയും. പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുന്നത് അവർ സ്വന്തമായി ഭക്ഷണം ഉൽപ്പാദിപ്പിച്ച് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവരാണ്. സെൽഫ് ഫുഡ് പ്രൊഡ്യൂസിംഗ് ഓർഗാനിസംസ്, അതിനെ ഓട്ടോട്രോഫ്സ് എന്ന് പറയും. എല്ലാ സസ്യജാലങ്ങളും, പ്ലാന്റുകളും മരങ്ങളുമൊക്കെ വൃക്ഷങ്ങളുമൊക്കെ പ്രൊഡ്യൂസേഴ്സിന്റെ കാറ്റഗറിയിലാണ്. രണ്ടാമത് കൺസ്യൂമേഴ്സ് ആണ്. കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് അവർക്ക് സ്വന്തമായി ഭക്ഷണം പാകം ചെയ്യാൻ കഴിയില്ല. അവര് പ്ലാന്റിൽ നിന്നും ഊർജം സ്വീകരിക്കുന്നവരാണ്. പ്രൊഡ്യൂസേഴ്സിൽ നിന്നും ഊർജം സ്വീകരിച്ച് ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിക്കുന്നവരാണ്. ഇൻസെക്റ്റുകൾ, റാബിറ്റ്, ഗോട്ട്, പശുക്കൾ, ഇതൊക്കെ പ്ലാന്റിൽ നിന്നും ഊർജം സ്വീകരിക്കുന്നത്. പ്ലാന്റാണ് സ്വന്തമായി ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഏക വ്യവസ്ഥിതിയിലെ ഏക അംഗം. പ്ലാന്റ്സ്, ഓൾ ഗ്രീൻ പ്ലാന്റ്സ്. അവരിൽ നിന്നും ഊർജം സ്വീകരിക്കുന്ന ഇത്തരത്തിലുള്ള ചെറിയ മൃഗങ്ങൾ. ആ ആനിമൽസിൽ നിന്നും വലിയ ആനിമൽസിലേക്ക് ആ ഊർജം ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അപ്പം എനർജിയുടെ ഒരു ചംക്രമണമാണ്, ഊർജത്തിന്റെ ഫ്ലോയാണ് ഇവിടെ നടക്കുക. ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഒന്നിന്റെ സർവൈവൽ മറ്റൊന്നിന്റെ ജീവന് നിദാനമായി നിൽക്കുന്നു. ഒന്ന് മറ്റൊന്നിന്റെ ഊർജമായി ഭവിക്കുകയാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കമ്പോണന്റ് എക്സ്റ്റിന്റ് ആയാൽ തുടർന്നുള്ള കമ്പോണൻസുകൾ ഇല്ല എന്നുള്ളതാണ് ഈ ആവാസ വ്യവസ്ഥ. അതാണ് നമ്മളെ പേടിപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ. എത്രയോ ജീവജാലങ്ങൾ ഈ ഭൂമിയുടെ പരപ്പിൽ നിന്നും പോയി മറഞ്ഞു കാലഘട്ടത്തിൽ. എത്രയോ സസ്യജാലങ്ങൾ. ഈ സസ്യജാലങ്ങൾ ഇല്ലാതാവും തോറും ജന്തുജാലങ്ങളുടെ ജീവന് ഭീഷണിയാവുകയാണ്. അങ്ങനെ ആ പ്രൊഡ്യൂസേഴ്സും കൺസ്യൂമേഴ്സും അതിൽ നിന്നും ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് നിന്ന് വരും. മൂന്നാമത്തെ ഘടകം ഡീകമ്പോസേഴ്സ് ആണ്. ഈ ലോകത്തിന്റെ നിലനിൽപ്പിന് തന്നെ ആധാരമായി വരുന്നത്. ഈ സസ്യങ്ങളും ജന്തുക്കളും മരിച്ചു മണ്ണടിയുമ്പോൾ അതിനെ വീണ്ടും മണ്ണിനോട് ചേർത്ത് ഊർജം മണ്ണിലേക്ക് തന്നെ വരുന്ന ഏറ്റവും വലിയൊരു ഘടകമാണ് ഡീകമ്പോസേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ഈ പ്രകൃതിയുടെ നിലനിൽപ്പിന് നിദാനമാണ്. ഇവയൊക്കെ നമ്മളുടെ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ കൊണ്ട് ഏതെങ്കിലും പ്ലാന്റുകൾ നഷ്ടപ്പെടുന്നുണ്ടോ, ഏതെങ്കിലും ജന്തുജാലങ്ങൾ നഷ്ടപ്പെടുന്നുണ്ടോ, ഏതെങ്കിലും ഡീകമ്പോസർ നമ്മളുടെ ഇൻസെക്ടിസൈഡ്സും മറ്റു വിഷവാതകങ്ങളും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ മണ്ണിൽ കൃഷിക്ക് എന്ന് പറഞ്ഞ് പ്രയോഗിക്കുന്ന പല ഇൻസെക്ടിസൈഡ്സും ഫംഗിസൈഡ്സും ഒക്കെ
പല സൂക്ഷ്മാണുക്കളെയും നഷ്ടപ്പെടുത്തി കളയുന്നുണ്ട്. അതും ഈ ആവാസ വ്യവസ്ഥയുടെ ഇക്വിലിബ്രിയത്തെ, സന്തുലിതാവസ്ഥയെ കളഞ്ഞു കുളിക്കുന്നു. അത് നാളുകൾ നമുക്ക് അപകടകരമായ ജീവിതത്തിലേക്കാണ് നമ്മൾ വഴിതെളിക്കുക. അതാണ് ഇന്നത്തെ ഈ പരിസ്ഥിതി ദിനത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ, പ്രകൃതിയെ ശല്യപ്പെടുത്താതെ, നമ്മളോടൊപ്പം നമ്മുടെ സസ്യജാലങ്ങൾക്കും ജന്തുജാലങ്ങൾക്കും സൂക്ഷ്മാണുക്കൾക്കും ഇവിടെ ജീവിക്കാൻ അർഹതയുണ്ട് എന്നുള്ള ചിന്ത മാത്രം മതി. അങ്ങനെ നമുക്ക് പ്രകൃതിയുടെ ഈ വ്യവസ്ഥിതിയെ പുനഃസ്ഥാപിക്കാം.